നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. 10 ദിവസത്തിനുള്ളിൽ മൂന്നാം തവണയാണ് വില കൂട്ടുന്നത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 112.60 രൂപയായി. ഡീസൽ വില 101 രൂപ കടന്നു. കൊച്ചിയിൽ പെട്രോളിന് 110.60 രൂപ കൂടി. ഡീസൽ വില കൊച്ചിയിൽ 99.54 വെള്ളിയാങ്കല്ല് തടയണയുടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്തെ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് VT ബൽറാം MLAയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. പ്രദേശത്ത് മണ്ണിടിഞ്ഞതോടെ പുഴവക്കിടിയിൽ ഭീതിയിൽ പ്രദേശവാസികളുടെ വാർത്ത കഴിഞ്ഞ ദിവസം CCTV നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് തടയണയുടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്തെ മണ്ണിടിഞ്ഞു വീണത്. യജ്ഞേശ്വരം ക്ഷേത്രത്തിന്റെ പുഴയിലേക്കിറങ്ങുന്ന പടിക്കെട്ടുകളോട് ചേർന്ന ഭാഗത്തെ മണ്ണാണ് പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത്. മഴക്കാലമെത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുഴവക്കിടിയിൽ ആശങ്കയിലായിരുന്നു വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്തെ താമസക്കാരും നാട്ടുകാരും. മഴക്കാലത്ത് പുഴയിലെ അതിശക്തമായ കുത്തൊഴുക്കിൽ കരഭാഗം പൂർണ്ണമായി പുഴയെടുക്കുമോയെന്ന ആശങ്കയിലാണ്. തുടർന്ന് വെള്ളിയാങ്കല്ല് തടയണയുടെ പാർശ്വഭിത്തി രണ്ടാംഘട്ട പുനരുദ്ധാരണ പ്രവൃത്തി പുരോഗതി വിലയിരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും VT ബൽറാം MLA പദ്ധതി പ്രദേശം സന്ദർശിച്ചു. റിംഗ് ബണ്ട് നിർമ്മാണം, സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം, കോൺക്രീറ്റ് അടിത്തറ പുനരുദ്ധാരണം, അപ്സ്ട്രീം ഡൗൺസ്ട്രീം അടക്കമുള്ള പണികൾ പുരോഗമിക്കുന്ന പദ്ധതി പ്രദേശത്ത് അദ്ദേഹം സന്ദർശനം നടത്തി. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പ്രവൃത്തി നടന്നിട്ടില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. പല സാങ്കേതിക കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ട് ആ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ യജ്ഞേശ്വരം ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയടക്കം മണ്ണിടിഞ്ഞ് പോയി അപകടസ്ഥിതിയിലാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ റീറ്റെയിനിങ് വാൾ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അജണ്ട. അതിനുവേണ്ടി ഞാനിന്ന് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും മറ്റ് ജനപ്രതിനിധികളുമായിട്ട് ഇവിടെ സ്ഥലം നേരിട്ട് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. മഴക്കാലത്തിനു മുമ്പായി കോൺക്രീറ്റ് അടിത്തറ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും എല്ലാ പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും MLA നിർദ്ദേശിച്ചു. മഴക്കാലത്തിന് മുൻപ് തന്നെ അത് പൂർത്തീകരിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിൻ്റെ എത്രത്തോളം ഉണ്ടെന്നറിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ചുമതല ഏറ്റെടുത്തത്. ഇന്ന് തൊട്ടാണ് ഇത് വിലയിരുത്താൻ സാധിച്ചത്. അപ്പോൾ ഏതായാലും അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനു വേണ്ടിയുള്ള കർമ്മപദ്ധതികളുമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ്. യജ്ഞേശ്വരം അമ്പലത്തിൽ ബലിയിടൽ കർമ്മങ്ങൾക്കായി പുഴയിലേക്ക് ഇറങ്ങുന്നതിന് സ്റ്റെപ്പുകളുടെ കാര്യവും MLA പറഞ്ഞു. വെള്ളിയാങ്കല്ല് ബലിതർപ്പണത്തിനൊക്കെ വലിയ പേരുകേട്ട സ്ഥലമാണ്. നിരവധി വിശ്വാസികൾ എല്ലാ വർഷവും ഇവിടെ ആ കാര്യങ്ങൾക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൂടി സൗകര്യപ്രദമാവുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി ഇവരുടെ ആവശ്യമായിട്ട് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ചുകൊണ്ട് ബലിതർപ്പണത്തിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഇതിൻ്റെ അഡീഷണൽ വർക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് പുതിയ ഫണ്ട് അനുവദിക്കുകയും അതിനുവേണ്ടിയുള്ള മറ്റ് നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ജലസേചന വിഭാഗം ചമ്രവട്ടം പ്രൊജക്ട് തൃത്താല സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ VH ഹരിത, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ, പരുതൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ PM സക്കറിയ, പട്ടിത്തറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K വിനോദ്, തൃത്താല പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പത്തിൽ അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P ദിവ്യ, UT താഹിർ, പഞ്ചായത്ത് അംഗം ഷബ്ന നിഷാദ്, PV മുഹമ്മദ് അലി, TK ചേക്കുട്ടി എന്നിവർ പങ്കെടുത്തു. മണ്ണിടിഞ്ഞ ഭാഗത്ത് തടയണയുടെ അടിഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടുക്കിവെച്ച് താൽക്കാലിക സംരക്ഷണ ഭിത്തി ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച റസൂൽ പൂക്കുട്ടി. സർക്കാർ മാറിയ പശ്ചാത്തലത്തിലാണ് രാജി. ചീഫ് സെക്രട്ടറിക്കാണ് രാജിക്കത്ത് കൈമാറിയത്. റസൂൽ പൂക്കുട്ടിയോട് സ്ഥാനത്ത് തുടരണമെന്ന നിർദ്ദേശം UDF സർക്കാർ നൽകിയിരുന്നില്ല. ചെയർമാൻ സ്ഥാനത്തേക്ക് പല പേരുകൾ സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. സലിംകുമാർ, ജഗദീഷ്, ദീപു കരുണാകരൻ, പ്രിയങ്ക നായർ എന്നിവരുടെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി തിളക്കത്തിൽ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ മുറ്റം കട്ടവിരിച്ച് മനോഹരമാക്കി. ജനകീയ പങ്കാളിത്തത്തോടെയാണ് സ്കൂൾ മുറ്റം കട്ടവിരിക്കൽ പൂർത്തിയാക്കിയത്. മെയ് 16-ന് ആരംഭിച്ച പ്രവർത്തനങ്ങളാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി അതിവേഗം പൂർത്തിയാക്കിയത്. ഗ്രാമവാസികൾ, വ്യാപാരികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൈത്താങ്ങുകളാണ് വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തായത്. അപകടാവസ്ഥയിലായിരുന്ന പഴയ ഓഡിറ്റോറിയം മാറ്റി ഏകദേശം 3000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള സ്ഥലത്താണ് കട്ടവിരിക്കൽ നടത്തിയത്. 470ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം പാഠ്യേതര രംഗങ്ങളിലും മുന്നിലാണ്. കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ്, CCTV സംവിധാനം, സൗണ്ട് സിസ്റ്റം, പുതിയ ഓഡിറ്റോറിയം,
കുട്ടികൾക്കായുള്ള പാർക്ക്, ശീതീകരിച്ച ക്ലാസ് മുറികൾ തുടങ്ങിയ വികസന പദ്ധതികളും ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹെഡ്മാസ്റ്റർ ഇ ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് VS ശിവാസ്, വൈസ് പ്രസിഡന്റ് അനീഷ് തോലത്ത്, KK മുരളി, ഷർഫു, മുത്തു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പരിധിയിലെ നെൽകർഷകർക്ക് തോൽപ്പയർ വിതരണ പദ്ധതിക്ക് തുടക്കമായി. തിരുവേഗപ്പുറയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തിൽ വിഭാവനം ചെയ്യുന്ന നെൽകർഷകർക്ക് പാടത്തേക്ക് തോൽപ്പയർ വിതരണ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MP രാമദാസ് നിർവഹിച്ചു. കാര്യങ്ങൾ അത് പൊട്ടി അത് അത് മണ്ണിൽ വന്നിട്ടുണ്ടെങ്കിൽ മണ്ണിൽ അതൊരു പ്രത്യേക വളത്തിൻ്റെ ഗുണം ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ അനുയോജ്യമായ ഒരു കാര്യമാണ് ഈ പ്രാവശ്യം നമ്മൾ കർഷകരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഇത് ചെയ്തത്. വിവിധ വിളകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞങ്ങൾക്കറിയുന്നതിനെക്കാട്ടിലും അറിയുന്ന കാരണവന്മാരോട് ഇരിക്കുന്നു. അപ്പോൾ പയറിൻ്റെ ആയാലും അതേപോലെ തന്നെ മറ്റ് നെൽകൃഷിയായാലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറി ആയാലും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. തിരുവേപ്പുറ പഞ്ചായത്തിലെ 40 പരം നെൽകർഷകർക്കാണ് പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നത്. തിരുവേപ്പുറ കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സേതൽവി അധ്യക്ഷയായിരുന്നു. തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP കേശവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹൈദ്രു, സ്ഥിരസമിതി അധ്യക്ഷ സലീമ, മെമ്പർമാരായ ഹാജറ, ബാലചന്ദ്രൻ, ശ്രീജ, പട്ടാമ്പി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വൃന്ദ, കൃഷി ഓഫീസർ കൗലത്ത് B, കൃഷി അസിസ്റ്റന്റ് ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കുലക്കല്ലൂരിൽ റോഡരികിൽ സ്ഥിരമായി ശുചിമുറി മാലിന്യം തള്ളുന്നവരെ വീട്ടിൽ പോയി പിടികൂടി പഞ്ചായത്ത് അധികൃതരും പോലീസും. ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് മാലിന്യം തള്ളിയ വാഹനവും ഡ്രൈവറും പിടിയിലായത്. കൊപ്പം പേങ്ങാട്ടിരി പാതയിലെ കുലുക്കല്ലൂർ റെയിൽവേ ഗേറ്റ് മുതൽ ഇടുത്തറ വരെയുള്ള ഭാഗങ്ങളിലാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായി തുടർന്നത്. ഇതുമൂലം ഇവിടെ ദുർഗന്ധത്തിനും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. പൊറുതിമുട്ടിയ നാട്ടുകാർ ദിവസങ്ങളോളം ഇവിടെ സാമൂഹ്യവിരുദ്ധരെ പിടികൂടുവാൻ രാത്രി കാവലിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടവിട്ട ദിവസങ്ങളിലെത്തി മാലിന്യം തള്ളുന്ന സംഘം നാട്ടുകാർക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പ്രശ്നം ഗൗരവമായി എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലിയും 12ാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മുംതാസ് ലൈലയും രേഖാമൂലം ചെറുപ്പശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പോലീസും നാട്ടുകാരും ചേർന്ന് മുളയങ്കാവ് മുതൽ പേങ്ങാട്ടിരി ചെറുപ്പശ്ശേരി പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മാലിന്യം തള്ളിയ വാഹനത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജൻ പൂതനാനി, നിസാർ മപ്പാട്ടുകര, മുന്താസ് ലൈല, മെമ്പർമാരായ അലി മക്കടയിൽ, KK സാജൻ എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥരും നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം വാഹനം പിടികൂടി. ആലിപ്പറമ്പ് പള്ളിക്കുന്ന് ഭാഗത്ത് ഒരു വീട്ടിൽ വാഹനം നിർത്തിയിട്ടതായാണ് കണ്ടെത്തിയത്. പള്ളിക്കുന്ന് സ്വദേശിയായ ജോസ് എന്ന മജീദാണെന്നും കണ്ടെത്തി. ഇയാളെയും ലോറിയും ചെറുപ്പശ്ശേരി പോലീസ് കസ്റ്റഡിയെടുക്കുകയും ചെയ്തു. ടാങ്കർ ലോറിയിൽ പ്രത്യേക വാൾവും പൈപ്പും ഉൾപ്പെടെ സജ്ജീകരിച്ചാണ് സ്ഥിരമായി റോഡരികിൽ മാലിന്യം തള്ളുന്നത്. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പോലീസിന്റെ ദളിത് വേട്ടയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഭ്രാന്ത് പിടിച്ചു, സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി മർദ്ദിച്ചു. എന്തൊരു ഇതെന്തു നീതി, ഇതെന്തു മറുപടി പറയൂ എറണാകുളം മലയിടം തുരുത്തിൽ കുടിയൊഴിപ്പിക്കലിന്റെ മറവിൽ പോലീസ് നടത്തിയ ദളിത് വേട്ടയ്ക്കെതിരെയാണ് പട്ടികജാതി ക്ഷേമ സമിതി നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പന്തംകുളത്തി പ്രകടനം നടത്തിയത്. പട്ടികജാതി ക്ഷേമ സമിതി പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഏരിയ സെക്രട്ടറി P ഷൺമുഖൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് മണ്ഡലത്തിൽ പരിയത്തുകാവ് എന്ന് പറയുന്ന ഉന്നതിയിൽ ഏകദേശം 8ഓളം കുടുംബങ്ങളാണ് ആ ഉന്നതിയിൽ ഇപ്പോ ജീവിച്ചു വരുന്നത്. 100-150 വർഷക്കാലം പഴക്കമുണ്ട് ആ കുടുംബങ്ങൾക്ക്. നിരവധി തലമുറ അവിടെ ജീവിച്ചു മരിച്ചതാണ്. ആ മണ്ണിൽ നിന്നും ആ കുടുംബങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ
അവിടുത്തെ മുനിസിപ്പൽ കോടതി ഇറക്കിയ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ മറവിൽ അവിടുത്തെ പോലീസ് വന്ന് 14 തവണ അവിടെ ഇതുപോലെ അന്വേഷണ സംഘവും കമ്മീഷനും പോലീസും വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും പോലീസിന്റെ യഥാർത്ഥ മുഖം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കുന്നത്തുനാടിന്റെ പ്രിയങ്കരനായ MLA ശ്രീനിജനാണ്. അപ്പോ ഭരണം മാറി കേവലം 48 മണിക്കൂർ ആയപ്പോഴേക്ക് പോലീസിന്റെ തനി രൂപം നമ്മൾ കണ്ടു. അവിടെ ആ 8 കുടുംബങ്ങളെ കുടിയിറക്കി വിടുന്നതിന് വേണ്ടി വലിയ പോലീസ് സന്നാഹമായി അവിടെ വരികയും വലിയ രൂപത്തിലുള്ള പ്രതിരോധം അവിടുത്തെ പൊതുപ്രസ്ഥാനം CPIM-ഉം അതുപോലെ തന്നെ പട്ടികക്ഷേമ സമിതിയും കർഷക തൊഴിലാളി യൂണിയൻ പോലെയുള്ള സംഘടന അതിശക്തമായി പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി അന്നത്തെ നടപടിയൊന്നും പുറകോട്ട് പോവുകയാണുണ്ടായത്. പക്ഷേ വലിയ പീഡനം, വലിയ അക്രമം ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നേരെ ഉണ്ടായി. അവിടെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആ 8ഓളം കുടുംബങ്ങളിലെ സ്ത്രീകളെയും കുട്ടികളെയും വലിയ രൂപത്തിലാണ് പോലീസ് ആക്രമിച്ചത്. ഏരിയ പ്രസിഡന്റ് AK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം T ഷാജി, ഏരിയ ട്രഷറർ T കൃഷ്ണദാസ്, EV ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.